ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ മത്തായി ശ്ലീഹയിൽ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. ഒന്നുകിൽ വൃക്ഷം നല്ലത് അതിന്റെ ഫലങ്ങളും നല്ലത് എന്ന് വെപ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത അതിന്റെ ഫലങ്ങളും ചീത്ത എന്ന് വെപ്പീൻ. എന്തെന്നാൽ അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ പരിശുദ്ധാത്മാവിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് ചേർന്ന ഫലങ്ങളാണോ പുറപ്പെടുവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിയായി പരിശുദ്ധ സഭയിൽ അംഗമായി മാമോദിസ സ്വീകരിച്ച് മൂറോനഭിഷേകം പ്രാപിച്ച് ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. എന്നാൽ ഞാനും നിങ്ങളും പുറപ്പെടുവിക്കുന്നത് ജഡത്തിന്റെ ഫലങ്ങളാണോ എന്ന് തിരിച്ചറിയുക, പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, വിനയം, സഹനം എന്നിവയാകുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ എന്നിൽ നിന്ന് അനുദിനം പുറപ്പെടുന്നതെന്ന് ചിന്തിക്കുക. അതോ തിന്മയുടെ അല്ലെങ്കിൽ ജഡത്തിന്റെ ഫലങ്ങളായ വേശ്യാദോഷം, അശുദ്ധത, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, പിണക്കം, തർക്കം, കോപം, ശാഠ്യം, ഭിന്നത, കക്ഷി മത്സരങ്ങൾ, അസൂയ, കൊലപാതകം, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ ഇതിനോട് തുല്യമായവ എന്നിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ ഞാൻ ജഡത്തിന്റെ ഫലങ്ങളാണ് ഈ ഭൂമിയിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഒരു വിചിന്തനത്തിന്റെ ദിനമായി ഇതിനെ മാറ്റാം. നമ്മളെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നൊക്കവണ്ണം, പരിശുദ്ധാത്മാവിന്റെ വാഹകരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ അങ്ങ് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളും ബലഹീനതകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തിരുത്തി ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.